ചിന്തകൾ ഒന്നിനു പുറകെ മറ്റൊന്നായി വന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ മുടിയുടെ നിറത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നു. നിങ്ങളുടെ വസ്ത്രത്തിൻ്റെ നിറം, പുറത്ത് തണുപ്പോ ചൂടോ എന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. ഓരോ ചിന്തകളും ഓരോ ഡയറക്ഷനുകളിൽ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. പറഞ്ഞു കേട്ടിട്ടുള്ളത് 11 വിവിധ തരം ചാനലുകൾ ഉണ്ട് എന്നതാണ്. എനിക്ക് വളരെ ശുദ്ധമായ ഒരു ചിന്ത ആവശ്യമാണെങ്കിൽ ഞാൻ വളരെ സെലക്റ്റീവാകും. ഞാൻ എന്നോട് ചോദിക്കും, എനിക്ക് വളരെ ശാന്തമായ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ കൊണ്ടുവരാൻ സാധിക്കുമോ? ഞാൻ വളരെയധികം ശാന്തി അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നീട് ഞാൻ എന്നോട് ചോദിക്കും, എനിക്ക് ലോകത്തിലേക്ക് ശാന്തിയുടെ തരംഗങ്ങൾ വ്യാപിപ്പിക്കാൻ സാധിക്കുമോ? പിന്നീട് ഞാൻ ഈ അവയർനെസ് എൻ്റെ ഉള്ളിൽ സ്വയം അനുഭവം ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഈശ്വരനുമായി കണക്റ്റ് ആകും. കാരണം എനിക്ക് ലോകത്തിനു വേണ്ടി സേവനം ചെയ്യണമെങ്കിൽ എൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈശ്വരനുമായി കണക്റ്റ് ആകുമ്പോൾ അത് അൺലിമിറ്റഡ് ആയിത്തീരുന്നു. എൻ്റെ അടുത്ത ചിന്ത ഈശ്വരനുമായി കണക്റ്റ് ആവുന്നതിനെക്കുറിച്ചായിരിക്കും. അതോടൊപ്പം ലോകം മുഴുവനും ശാന്തിയുടെ തരംഗങ്ങൾ വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ചും ചിന്ത നടന്നുകൊണ്ടേയിരിക്കും. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ഈശ്വരനിൽ നിന്നുള്ള ശാന്തിയുടെ തരംഗങ്ങൾ ലോകത്തിലേക്ക് വ്യാപിക്കാൻ ആരംഭിക്കുന്നു. ആദ്യം അത് ലഭിക്കുന്നത് എനിക്ക് തന്നെയാണ്. എന്നാൽ എനിക്കറിയാം, ശാന്തിയുടെ ഈ തരംഗങ്ങൾ ലോകമെമ്പാടും വ്യാപിക്കുകയാണ്. എനിക്ക് തീർത്തും അറിയാത്ത ഇടങ്ങളിൽ പോലും അത് വ്യാപിക്കുകയാണ്. ഇടങ്ങൾ എനിക്കറിയേണ്ട ആവശ്യവുമില്ല. ഒരു പക്ഷേ മറ്റാരും ഇതിനെക്കുറിച്ച് അറിയേണ്ട ആവശ്യമേ ഇല്ല. ഞാൻ ഈശ്വരനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്നത്. എങ്കിലും ഈശ്വരനിൽ നിന്നുള്ള ശാന്തിയുടെ തരംഗങ്ങൾ ലോകത്തിലേക്ക് വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ശുദ്ധമായ ചിന്തകളെക്കുറിച്ചും ഗുഡ് ഫീലിങ്സിനെ കുറിച്ചും സംസാരിക്കാറുണ്ട്. അത് ജനറേറ്റ് ചെയ്യുമ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ ഉൾക്കൊള്ളുന്ന എൻ്റെ അവബോധ തലത്തിൽ നിന്നാണ്. പക്ഷേ ഈശ്വരനുമായുള്ള കണക്ഷനിലൂടെ പിന്നീട് അത് ലോകമെമ്പാടും എത്തിച്ചേരുന്നു.